SSLC IT പരീക്ഷയ്ക്ക് ഡ്യൂട്ടി ചെയ്ത അധ്യാപകർക്ക് വേതനം ലഭിച്ചില്ലെന്ന് പരാതി. സർക്കാർ ഫണ്ട് നൽകാത്തതിനെ തുടർന്നാണ് പ്രതിസന്ധി ഉണ്ടായത്. സ്വന്തം കയ്യിൽ നിന്ന് പണം നൽകി വലിയ ബാധ്യത വന്നു എന്ന് കാണിച്ചാണ് പ്രധാന അധ്യാപകർ തുക നൽകേണ്ട എന്ന് തീരുമാനിച്ചത്. SSLC IT പരീക്ഷയ്ക്ക് ഡ്യൂട്ടി ചെയ്യുന്ന അധ്യാപകർക്ക് 70 രൂപ വേതനമായും 500 മുതൽ 600 വരെ DA ഇനത്തിലും നൽകാറുണ്ട്. സർക്കാർ ഇതിനായി അനുവദിക്കുന്ന ഫണ്ടിൽ നിന്നാണ് ഈ തുക പ്രധാനാധ്യാപകർ വിതരണം ചെയ്യുന്നത്. എന്നാൽ ഇക്കുറി പല സ്കൂളുകളിലും പരീക്ഷാ ജോലി ചെയ്ത അധ്യാപകർക്ക് പണം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് വേതനം നൽകുന്നില്ല എന്ന ചോദ്യത്തിന് ഫണ്ട് കിട്ടിയില്ല എന്നാണ് പ്രധാനാധ്യാപകരുടെ മറുപടി. 2018 മുതൽ ഇങ്ങോട്ട് IT പരീക്ഷ ഡ്യൂട്ടി എടുക്കുന്ന അധ്യാപകർക്കുള്ള പണം സർക്കാർ നൽകിയിട്ടില്ല. കഴിഞ്ഞ വർഷം വരെ ഹെഡ്മാസ്റ്റർമാർ അത് സ്വന്തം കയ്യിൽ നിന്ന് നൽകി. എന്നാൽ പലർക്കും വലിയ സാമ്പത്തിക ബാധ്യതയായതോടെ ഫണ്ട് കിട്ടിയിട്ട് മതി വേതനം എന്ന നിലപാടിലാണ് ഇപ്പോൾ പ്രധാനാധ്യാപകർ. വിഷയത്തിൽ പ്രതിഷേധവുമായി അധ്യാപക സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. 5 വർഷക്കാലമായി സർക്കാർ SSLC പരീക്ഷ ഡ്യൂട്ടി ചെയ്യുന്നവർക്കും അതോടൊപ്പം തന്നെ IT പരീക്ഷ ഇൻവിജിലേഷൻ ഡ്യൂട്ടി ചെയ്യുന്നവർക്കുമുള്ള റെമ്യൂണറേഷൻ നൽകുന്നതിൽ വലിയ കാലതാമസമാണ് വരുത്തുന്നത്. ആദ്യത്തെ 2 വർഷം അതാത് വിദ്യാലയങ്ങളിലെ ഹെഡ്മാസ്റ്റർമാർ PD അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചുകൊണ്ട് ആ ഇൻവിജിലേഷൻ ഡ്യൂട്ടി ചെയ്ത അധ്യാപകർക്ക് റെമ്യൂണറേഷൻ കൊടുത്തിരുന്നെങ്കിലും അതിൻ്റെ കുടിശ്ശിക പോലും സർക്കാർ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണല്ലോ. വേതനം എങ്ങനെ നൽകണം, എവിടുന്ന് നൽകണം എന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെയും ഒരു അറിയിപ്പും നൽകിയിട്ടില്ല. പല സ്കൂളുകളുടെയും തനത് ഫണ്ട് സൂക്ഷിക്കുന്ന PD അക്കൗണ്ട് കാലിയായതിനാൽ ആ വഴിയും അടഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.